സ്പെഷ്യൽ ഗിഫ്റ്റിന്റെ സമയമാണ്. കഴിഞ്ഞ 2 മാസക്കാലമായി ഡോക്ടർ അമ്പിളി പട്ടേലും വേദിയിൽ എത്തിയിട്ടുണ്ട്. ഇനിയാണ് അവർ തിരഞ്ഞെടുത്ത 6 പേരുടെ പേരുകൾ നമ്മളിവിടെ പ്രഖ്യാപിക്കുകയാണ്. സമ്മാനങ്ങൾ വിതരണത്തിന് ശേഷം ഡോക്ടർ അമ്പിളി പട്ടേൽ 2 വാക്ക് സംസാരിക്കും. ആദ്യ സമ്മാനം മധു സുബ്രഹ്മണ്യൻ. നിറച്ച കൈയടികൾ. കഴിഞ്ഞ 2 മാസക്കാലം എല്ലാത്തിൻ്റെയും തുമ്പത്ത് സജീവമായി ഉണ്ടായിരുന്ന ശ്രീ മധു സുബ്രഹ്മണ്യൻ. കൺഗ്രാറ്റുലേഷൻസ് മധു. ആ വീട്ടിലേക്ക് തന്നെയാണ് അടുത്ത സമ്മാനവും പോകുന്നത്. വിനീത മധു. വിനീത മധുവിനെ ആദരവോടെ ക്ഷണിക്കുന്നു. ശാന്തി സീനിയർ സിറ്റിസൺ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സ്നേഹോപകാരങ്ങൾ. അടുത്ത സമ്മാനം ശ്രീമതി ജയ നായർ. ഇത് സ്നേഹത്തിന്റെ നിമിഷമാണ്. അടുത്തത് കൈയടികൾ കൈയടികൾ. അടുത്തത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സഞ്ജീവ് ജോയ്. സഞ്ജീവ് ഹായ്. യെസ്. ആറ് പേരിൽ 5 പേരും സമ്മാനം വാങ്ങി. ഇനി ഒരാൾ കൂടി. അതാരാവും? സിമി സുരേന്ദ്രൻ. ആർട്സ് സെക്രട്ടറി സിമി സുരേന്ദ്രൻ. നമുക്ക് ഡോക്ടർ അമ്പിളി പട്ടേലിന്റെ ചെറിയ വാക്കുകൾ ഈ ഒരു നിമിഷത്തെ കുറിച്ച് പങ്കുവെക്കുന്നത് കേൾക്കാം. നമസ്തേ. ഞാൻ ഇത്രയും പ്രോഗ്രാമിന് കേരള സമാജത്തിൽ ആദ്യമായിട്ടാണ്. ആക്ച്വലി ഞങ്ങൾ ഓൾമോസ്റ്റ് ലഞ്ച് കഴിച്ചിട്ട് എന്നും പോവുകയാണ് ചെയ്യുന്നത് എല്ലാ വർഷവും. ഇപ്രാവശ്യം ഓൾമോസ്റ്റ് എല്ലാ പരിപാടിക്കും, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം അല്ല 3, 4 കോർഡിനേറ്റ് എവറിത്തിങ്. അതുപോലെ തന്നെ ഇവർ ഇത്രയും പേര് ഞങ്ങളൊരു 11:30 ഓൾമോസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷേ സിമി ചേച്ചി, ജയ, അതുപോലെ തന്നെ മധുബായി, വിനി, ഇവരെല്ലാവരും, സഞ്ജീവ്, ഇവരെല്ലാവരും 1 മണി 2 മണി, ഇന്നലെ തന്നെ അവർ 3 മണി വരെ. ദേ ആർ സോ ഹാർഡ് വർക്കിംഗ് പീപ്പിൾസ് വിതൗട്ട് എനിത്തിങ്. I salute them for everything. Thanks. Kannambai thanneyaanengilum almost is working so hard and thankful for everybody. Thanks. Thank you. I personally want to congratulate this man for what he has done for the entire 2 months. Actually നമ്മൾ കാണുന്നത് ഈ സ്റ്റേജ് കാണുന്നതിന്റെ full credit ഈ പുള്ളിക്കാണ്. I want everyone to give a big round of applause for our president Shri Krishnadas. Without him this was not possible. ഇപ്പോൾ ഞങ്ങൾ 3 മണി ആണെങ്കിൽ ഇവർ 4 മണി വരെ അവിടെ ഇരിക്കുന്നത്. But being a president, he is just being humble that he doesn't want to come in front. That's it. ഞങ്ങൾ 3 മണിക്ക് രാത്രി പോയാൽ പുള്ളി 4 മണിക്കേ പോകത്തുള്ളൂ. അതാണ് ഒരു ഹാബിറ്റ്. എല്ലാവരും പോയി കഴിഞ്ഞിട്ടേ പുള്ളി പോകത്തുള്ളൂ. So a big congratulations to this man.
ഇതിപ്പോ ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ലീഡർഷിപ്പ് എടുത്ത് ലീഡ് ചെയ്ത് നമ്മളെ എല്ലാവരെയും നയിച്ച് ഇവിടെ വരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൺലി बिकॉज ऑफ हिम एंड द शो इज स्टिल पेंडिंग. आई रिक्वेस्ट अभी एक बहुत अच्छा प्रोग्राम आने वाला है, वेट फॉर इट. उसमें भी इनका ही हाथ ऐसे समझ लेना. थैंक यू सो मच. എല്ലാവരും എൻ്റെ മാത്രമല്ല എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ കമ്മിറ്റി മെമ്പേഴ്സും എൻ്റെ വിജയപൂർ വാർഡിലെ എല്ലാ മെമ്പേഴ്സിനും കൂടെ കൂട്ടായ്മ മാത്രമാണ്. ഞാൻ ഒറ്റയ്ക്ക് ചേച്ചി ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരെയും കൂട്ടായ്മയോടാണ് ഒരു സക്സസ് ആവുന്നത്. താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. 2-3 പേരെ കൊണ്ട് നമുക്ക് ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, കാരണം ഞങ്ങളുടെ സമയമില്ലാതെ. Thank you. Request one more. I request Mr. Ravi, please. അവര് ബുദ്ധിമുട്ടിട്ടുണ്ട് നമുക്ക് വേണ്ടി. വൺ ഈസ് സ്മിത രവി, നമ്മുടെ സ്റ്റാർട്ടിങ് മുതൽ സിംഗപ്പൂരായിരുന്നു. ഇതിനുവേണ്ടി വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും അവരെ ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് സമയത്ത് ചെയ്തു തന്നു. ദെൻ മാധവൻകുട്ടി ആൻഡ് മാർബിൾ ടീം നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ എൻട്രൻസിൽ ഒരു പൂക്കളം നമുക്ക് വേണ്ടി ഒരുക്കി തന്നു. ജസ്റ്റ് അവരുടെ ടീമിന്റെ പേര് ഞാൻ പറയാം: മേബിൾ ജോണി, ഗോപാലകൃഷ്ണൻ, സിന്ധു പ്രദീപ്, അനിത സുരേന്ദ്രൻ, മാധവൻകുട്ടി. ഡ്രോയിങ് ചെയ്ത് താങ്ക് യു. ഞാൻ ഇടയ്ക്ക് കയറി പറയാണ്, ഈ ചടങ്ങ് കഴിഞ്ഞാണ് വെജൽപൂരിലെ ഞാൻ പറയുകയാണെങ്കിൽ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ഒരു മിക്ക വീട്ടിലെ മുഴുവൻ മെമ്പറും മീൻസ് അച്ഛൻ, അമ്മ, മക്കൾ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു എന്താ പറയുക കൂട്ടായ്മയായിരുന്നു ഇന്നിപ്പോൾ എല്ലാവരും കണ്ടത്. പമ്പിളിയുടെ വീട്ടിൽ നോക്കി കഴിഞ്ഞാൽ 4 പേരും അതിൽ തന്നെ. വിനിയുടെ വീട്ടിൽ, വിനീത മധുവിൻ്റെ വീട്ടിൽ പോയാൽ എല്ലാവരും അതിൽ. ഓരോ വീട്ടിലും കുടുംബം മൊത്തമാണ് ഇതിൽ ഇൻവോൾവ് ആയിക്കണം. ഇതിന്റെ വിജയം ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ മൊത്തം വിജയത്തിൻ്റെ അർത്ഥം നമ്മളെല്ലാവരുമാണ്. ഒരാൾ മാത്രം വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആരും എതിര് പറയില്ല. അത് നല്ലതിനായിരിക്കും എന്ന് അവർ മനസ്സിലാക്കി ആ പോസിറ്റീവ്ലി അത് എടുക്കുള്ളൂ. അതാണ് ഇതിൻ്റെ നമ്മുടെ വിജയം. അപ്പോൾ എല്ലാവർക്കും ഇനിയും ഇതുപോലെയുള്ള സപ്പോർട്ട് വേണം. ഇനി അടുത്തൊരു പ്രോഗ്രാം ഒരു അമിട്ട് പ്രോഗ്രാമാണ്. അപ്പോൾ അതിന് കാത്തിരിക്കും. അത് ലാസ്റ്റ് ഒരു പ്രോഗ്രാമാണ്. അതിന് വേണ്ടിയിട്ടും ഒരുപാട് കഷ്ടപ്പെട്ടു. നമ്മൾ പണ്ടൊക്കെ പറഞ്ഞില്ല, ഉത്രാടപ്പാച്ചിൽ പറഞ്ഞ പോലെയായിരുന്നു എല്ലാവരും.